ഹലോ. ഇന്ന് രാവിലെ എണീറ്റ് അടുപ്പിൽ തീയൊക്കെ പറ്റിച്ച് എൻ്റെ മണ്ടയിൽ കരി പറ്റായിരിക്കും ഒരിത് വയ്ക്കും. അതൊക്കെ വെച്ച് വെള്ളം പിടിച്ച് അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് കഴുകി അടുപ്പിലോട്ടിടാം. അരിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് കഴുകി അടുപ്പിലോട്ടിട്ടിട്ട് ഞാനങ്ങനെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അല്ലി വന്നു കേട്ടോ. അല്ലി വന്ന് തട്ടിനകത്ത് ഞാൻ ചക്കക്കുരുവൊക്കെ പറക്കിയിട്ട് ചക്കയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ചക്കക്കൂര് കിട്ടിയത് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നതിൽ നിന്ന് ഒരെണ്ണം പിച്ചാത്തി അങ്ങ് കൈക്കലാക്കിയിട്ടുണ്ട്. നല്ല മുറിയുന്ന പിച്ചാത്തി, അത് ചുണ്ടുള്ളത്, തേങ്ങ പൊതിക്കുന്നതൊക്കെ ചക്കക്കുരു ചുരണ്ടുന്നത്. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി സുന്ദരി ചിരിച്ചുകൊണ്ടിരിക്കുക. കുറേ ദിവസമായി ഇപ്പം കയറി വന്നിട്ട്. കാരണം ഞാൻ ഇപ്പം നേരത്തെ കടയിൽ പോവും, സമയമില്ല. കടയിൽ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചു ഇപ്പം വരക്കമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പോയി കട തുറക്കണം. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരത്തെ അങ്ങ് കടയിൽ പോകും. അത് കാരണം അവളെ കാണക്കോ ഇല്ല. അപ്പോൾ അമ്പിളി പറയൂ, മുറിയുന്ന പിച്ചാത്തിയെ കൈ ഇരിക്കുന്നതിന് എങ്ങനെ മേടിക്കുമെന്നും പറഞ്ഞ് സോപ്പിട്ട് പിന്നെ വലിയൊരു പിച്ചാത്തി എടുത്ത് കൊടുത്തിട്ട് അത് മേടിച്ച്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കടയിൽ വന്നു കേട്ടോ. കടയിൽ ഞങ്ങൾക്ക് കരിക്കും ജ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല പണിയാണ്. കരിക്ക് ഇങ്ങനെ പൊട്ടിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതെല്ലാം ഞാൻ വെട്ടി കൊടുക്കുകയാണ്. കടയ്ക്കകത്ത് തന്നെ ഒരു തടി കഷ്ണം ഇട്ട് വെട്ടിയിട്ട് കരിക്കെല്ലാം ഇങ്ങനെ ഇളക്കി ക്ലീൻ ചെയ്തൊക്കെ വെക്കണം. ആളുകൾ വരുമ്പോൾ കൊടുക്കാൻ. വെള്ളമാണ്, കരിക്കും വെള്ളം തോനെയുണ്ട്. എല്ലാവരും വരുമ്പോഴത്തേനും വെട്ടി സെറ്റാക്കി വെക്കണ്ടേ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുതേ.